കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നാൽ മണ്ണെണ്ണയല്ല ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയാണ് എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ കേരളത്തിൽ സ്വീകാര്യത വർദ്ധിച്ചു വരികയാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. പായത്തെ കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഞാൻ പറഞ്ഞൊരു വാക്കോടെ ബാക്കി നിൽക്കുകയാണ്. മണ്ണെണ്ണയല്ല ഒഴിക്കേണ്ടത്. അതിന് ഏതാണ്ട് സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടതെന്നുള്ള എന്റെ അഭിപ്രായത്തിലും കേരളത്തിൽ ഇപ്പോൾ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കൊല്ലാനുള്ള അനുവാദമുണ്ട്. വോക്ക് ലൈസൻസ് ആകാര്യത്തിൽ ആർക്കെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ മേടിക്കാം. കളക്ടറോടും പറഞ്ഞിട്ടുണ്ട്, എസ് പിയോടും പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും അതിന് അധികാരം കൊടുത്തിരിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അത് മുൻ ഗവൺമെന്റ് തന്നെ ചെയ്ത ഞാനൊരു വഴി തന്നെ ആവശ്യപ്പെട്ടു. എനിക്ക് തെലങ്കാനയിൽ ഒരു കൃഷിക്കാരൻ എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ വിചാരിച്ചു തെലങ്കാനയിൽ ഒരു കൃഷിക്കാരൻ എനിക്ക് ഈ പന്നിയെ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത, പഞ്ചായത്തുകൾക്ക് അതിന്റെ അനുവാദം കൊടുക്കേണ്ടതിന്റെ ആവശ്യകത എനിക്ക് അയച്ചു തരുമ്പോൾ ഞാൻ വിചാരിച്ചു തെലങ്കാനയിൽ എനിക്കൊരു പരിചയമില്ലല്ലോ. ഞാൻ വിചാരിച്ചു വന്നു ഗോവയിലൊക്കെ നമ്മുടെ നാട്ടിൽ പോയിട്ട് കൃഷി ചെയ്യുന്നുണ്ടല്ലോ, അവരാരും എനിക്ക് അയച്ചത്. പിന്നെ അദ്ദേഹം എനിക്ക് ഇംഗ്ലീഷിൽ മെസ്സേജ് ഇട്ടു, സംസാരിച്ചു. തെലങ്കാനയിലൊക്കെ കൃഷിക്കാരെന്ന് വലിയ പ്രമുഖരാണ്, നൂറുകണക്കിന് ഏക്കറുള്ളവരാണ്. അതുപോലെ നിയമസഭയിൽ നിങ്ങൾ നടത്തുന്ന കേരള നിയമസഭയിലെ പ്രസംഗം കേട്ടിട്ടാണ് ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു തന്നു. അത് ഞാൻ മുൻ വനമന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരം നൽകിയത്. വോക്ക് ലൈസൻസ് വേറെ ഇപ്പൊ പായ പഞ്ചായത്തിലുള്ള പുറത്തുനിന്നുള്ളവരെ ഇവിടെ വിളിക്കാം കേട്ടോ, പുറത്തുനിന്നുള്ളവരെ വിളിക്കാം. ചിലര് പണ്ടൊക്കെ നമ്മളെ നാട്ടുപ്രദേശത്ത് ഈ പന്നിയെ വട്ടിയൊക്കെ ഉപയോഗിച്ച് കാറിളക്കി പിടിക്കുന്നത് ഞാനൊക്കെ ഞായറാഴ്ച ചാച്ചന്റെ കൂടെ എന്ത് ചെയ്യുകയാണ്, ഞങ്ങൾക്ക് ലൈസൻസ് നോക്കണ്ടേ. അതൊരു ശീലമായിരുന്നെങ്കിൽ ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് അതിശക്തമായിട്ട് മെമ്പർമാർക്ക് നേതൃത്വം കൊടുത്ത് ആ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ കൂട്ടായിട്ട് പരിശ്രമിക്കണം. നല്ല കർഷകരെ എല്ലാവരെയും ഇവിടെ സമ്മാനത്തിന് അർഹരായ എല്ലാവർക്കും സമ്മാനത്തിന് യോഗ്യതയുള്ള എല്ലാവരെയും സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, കുറച്ചു പേർക്ക് മാത്രമാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അനുമതി നൽകിയതിൽ തന്റെ ഉൾപ്പെടെയുള്ള ഇടപെടൽ ഉണ്ടെന്നും തോക്കിന്റെ ലൈസൻസ് കിട്ടാൻ ബാക്കിയുള്ള കർഷകർ വാങ്ങിക്കുവാനുള്ള ഇടപെടലുകൾ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. പായം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ്കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇരട്ടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PT സന്ധ്യ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുമേഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PN ജസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പവിത്രൻ പായം, രാധാകൃഷ്ണൻ മാസ്റ്റർ, സ്മിത രജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K വേലായുധൻ, അജിയൻ പായം, ശൈലജ ദിനേശൻ, പായം പഞ്ചായത്ത് അംഗങ്ങളായ P പങ്കജാക്ഷി, ബാബു കാറ്റാടി, ടോം മാത്യു, കൃഷി ഓഫീസർ S അശ്വിൻ, CDS ചെയർപേഴ്സൺ KK മഞ്ജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു. സ്വയം തൊഴിൽ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്നു. കാർഷിക മേഖലയിലെ മികവും ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന വനിതാ കർഷകയാണ് ശ്രീമതി നീന സക്കറിയ. നേരിട്ട മാതൃകയാണ്. എല്ലാവരും നല്ല കൈയുടെ കൊടുക്കുക. ഹൈ വിഷൻ ന്യൂസ് ഇരട്ടി.